ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അറിവ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ അധിക പേരും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയ പുണ്യകർമ്മങ്ങൾ, നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റിയതും പലപ്പോഴും അതൊക്കെ നിസ്സാരമാണെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്ന, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ഭൗതിക ലോകത്ത് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നതുമായ പുണ്യകർമ്മങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമുക്ക് അറഫ ദിവസം മുതൽ 5 ദിവസം തുടരെയായി ചെയ്യാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ മഹത്തായ ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം അഥവാ അറഫ ദിവസം സുബ്ഹ് നിസ്കരിച്ചത് മുതൽ എല്ലാ നിസ്കാരങ്ങളിൽ നിന്നും സലാം വീട്ടിയ ഉടനെ നമ്മൾ ചെല്ലണം. അറഫ ദിവസം, അതുപോലെ പിറ്റേന്ന് പെരുന്നാൾ ദിവസം, പിന്നെ 3 ദിവസവും, ഇങ്ങനെ ടോട്ടൽ 5 ദിവസം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, പ്രധാനമായിട്ടും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും, മയ്യത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം വരെ നമ്മൾ ചൊല്ലണം. അത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരുപാട് ഉയർച്ച ലഭിക്കും. നമ്മുടെ വീടുകളിലൊക്കെ അത് ഉയർന്നു കേട്ടുകഴിഞ്ഞാൽ പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിപ്പോയി വീടുകളിൽ സന്തോഷം കളിയാടും. നല്ല അഭിവൃദ്ധിയും പുരോഗതിയും നമ്മുടെ വീടുകളിലേക്ക് വന്നണയും. അത്രയും വലിയ മഹത്തായ ഇബാദത്താണ്, പുണ്യകർമ്മമാണ് ഈ 5 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ, അഥവാ ദുൽഹിജ്ജ 9-ന്റെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ നമ്മൾ ആരംഭിക്കണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു ചുരുങ്ങിയത് 3 തവണയെങ്കിലും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലണം. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം എന്തായാലും ചൊല്ലണം. അതുപോലെ പറ്റുമെങ്കിൽ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഇത് സലാം വീട്ടിയ ഉടനെ തന്നെ ചൊല്ലണം. 5 ദിവസം തുടരെ, അതായത് ദുൽഹിജ്ജ 13 അസ്ർ നിസ്കാരം നിർവഹിച്ചിട്ടും ഇത് നമ്മൾ ചൊല്ലണം. എങ്കിൽ നമുക്ക് ഭൗതികമായിട്ടും പാരത്രികമായിട്ടും വലിയ നേട്ടങ്ങൾ ഇതിൻ്റെ കാരണം കൊണ്ട് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നവർ പള്ളിയിൽ വെച്ചും, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവർ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമിൻ്റെ കൂടെയും, അല്ലാത്തവർ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പള്ളിയിൽ വെച്ചാണെങ്കിലും വീട്ടിൽ വെച്ചാണെങ്കിലും ഇത് ഉറക്കെ തന്നെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. വീട്ടിൽ വെച്ച് സ്ത്രീകൾ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കാരം കഴിഞ്ഞ ഉടനെ സലാം വീട്ടിയ ഉടനെ ഈ തക്ബീർ ചൊല്ലാൻ വിട്ടുപോകാൻ പാടില്ല. പലപ്പോഴും പുരുഷന്മാർ പള്ളികളിൽ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അവർ ഒന്നിച്ച് തക്ബീർ ചൊല്ലി ആ തക്ബീർ നിർവഹിക്കാറുണ്ടെങ്കിലും സ്ത്രീകൾ പലപ്പോഴും ഇത് അശ്രദ്ധമാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധാപൂർവം ഓർമ്മിച്ചുകൊണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും എല്ലാ നിസ്കാരങ്ങളും കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ മറ്റു ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന് മുമ്പ് ഈ തക്ബീർ ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട ശക്തിയായ സുന്നത്താണെന്ന് മനസ്സിലാക്കി നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും മറ്റുള്ളവർക്കൊക്കെ ഇത് അറിയിച്ചു കൊടുക്കുകയും ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ധാരാളം ഇൽമ് വർദ്ധിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.